Hey guys, it's me Rishika. Welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഗേൾസ് ടോക്ക് ആണ്. പക്ഷേ ഗേൾസിന് മാത്രമല്ല ബോയ്സിന് ഒരുപോലെ കേൾക്കാൻ പറ്റുന്നതാണ്. ഏത് ഏജ് കാറ്റഗറിയിലുള്ളതാണ്. അപ്പോൾ സെൽഫ് ലവ് ആൻഡ് കോൺഫിഡൻസ് ആണ്. ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അനക്ക് എന്റെ ഈ മെയിനായിട്ട് ടീനേജിലാണല്ലോ നമ്മളിത് ബിൽഡ് ചെയ്തെടുക്കുക. അത് അറിയാൻ പറ്റാണ്ടായി അനക്ക് ഞാനത് എന്റെ ലൈഫിൽ ഇങ്ങനെ ലേൺ ചെയ്ത് തന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇത് ആക്ച്വലി ഫുള്ളി ഒരു ഫ്രണ്ട്ലി ഒരു ചിറ്റാറ്റ് വീഡിയോ പോലെ ഒരു വീഡിയോ ആണ്. അതായത് ഞാൻ ഇങ്ങനെ ഒരു ഫ്രണ്ട്ലി വൈബിൽ സംസാരിക്കുന്നതാണ്. നിങ്ങളുടെ അടുത്ത് എനിക്ക് എക്സ്പീരിയൻസ് ആയി എനിക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് പറഞ്ഞു തരിക എന്നുള്ളൊരു ഒരു ക്ലിയർ പ്യുവർ ഫ്രണ്ട്ലി വീഡിയോ ആണ്. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം ഏതൊരാൾക്കും ഫസ്റ്റ് വേണ്ട ഒരു ക്വാളിറ്റി ആണ് എന്ത്? ലേൺ ടു സേ നോ. നോ പറയാൻ പഠിച്ചോ മക്കളെ, പഠിച്ചോ. വേറെ ഒന്നും എനിക്ക് പറയില്ല. അത് നമ്മള് വെറുതെ നോ പറയാം. നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുന്നത് സെൽഫ് പ്രയോറിറ്റിയാണ്. അവിടെ സെൽഫ് ലവ് തന്നെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. നമ്മൾ വിചാരിക്കും ഓക്കെ അവര് പാവം നല്ല വിചാരിച്ച് നമ്മൾ സിമ്പതിയിൽ അവർക്ക് വേണ്ടി വർക്ക്ഔട്ട് ചെയ്യും. പക്ഷെ അവരെന്ത് ചെയ്യും? നമ്മളെ അതെന്ത് ചെയ്യും? മുതലെടുക്കും. അവരെ പേഴ്സണൽ ഗെയിമിന് വേണ്ടി നമ്മളെ ചൂഷണം ചെയ്യാന്ന് തന്നെ പറയാം. നമ്മളോട് അവർക്ക് ഒരു തരത്തിലുള്ള ഒരു സിമ്പത്തിയോ കാര്യങ്ങളോ എമ്പത്തിയോ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത് മാത്രം എന്ത് ചെയ്യും? മിച്ചം പാടും. വേറൊന്നും എനിക്ക് പറയാനില്ല. നമ്മൾ നമുക്ക് തന്നെ പ്രൊട്ടക്ട് പറ്റൂലെന്ന് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ ആരാന്നായിക്കോട്ടെ മക്കളെ, ആരായിക്കോട്ടെ പറ്റൂലെന്ന് തന്നെ പറയാ. നോ പറയാൻ പഠിച്ചിട്ടില്ലേ നിങ്ങൾ ഡേ ബൈ ഡേ ഡീഗ്രേഡ് ആവുകയും ചെയ്യും. നിങ്ങൾക്ക് ഒരിക്കലും ഗ്രോത്ത് ഉണ്ടാവില്ല. എന്താ വെച്ച് കഴിഞ്ഞാല് അത് അങ്ങനെയാണ്. നമ്മുടെ സമൂഹത്തിലെ മനുഷ്യർ അങ്ങനെയാണ്. ഒരാള് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാന്ന് തയ്യാറാണെന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാല് അവരത് നല്ലോണം മുതലെടുക്കും. ഇപ്പൊ ഒരു ഉദാഹരണം പറയുന്നതാണെങ്കിൽ നിങ്ങളോട് ഒരാൾ പറഞ്ഞിട്ട് പറയാം എനിക്ക് എടാ കുറച്ച് പൈസ വേണം, ഇങ്ങനെ കടാന്ന് അങ്ങനെയാണെന്നല്ല അവരെ വിഷമം പറയുമ്പോൾ നിങ്ങൾക്ക് അവരോട് എന്ത് അയ്യോ പാവം എന്നെല്ലാം തോന്നും. നിങ്ങൾക്ക് കുറച്ച് കടം തരുമെന്ന് വരും. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല. നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് വേറെ ഇതുപോലെ കുറെ പ്രശ്നങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട് എന്നറിയാം. പക്ഷെ നോ പറയാനുള്ള മടി കാരണം എന്ത് ചെയ്യും? വേറൊരാളടുത്ത് നിന്ന് കടം വാങ്ങി കൊടുക്കും. ഈ കടം വാങ്ങി കൊടുക്കുന്നതിന് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. നിങ്ങൾക്കറിയാലോ, നമ്മൾ അവർക്ക് കടം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് അവരോട് ചോദിക്കുമ്പോൾ നമ്മൾ അവരോട് കടം വാങ്ങുന്ന ഒരു തരത്തിലാവും കാര്യങ്ങൾ, ഉൾട്ടയാവും. അപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾ വാങ്ങിയ ആൾക്കാർക്ക് നിങ്ങൾ കഷ്ടപ്പെടുന്ന പൈസ നിങ്ങൾക്ക് ഒരുപാട് ബാധ്യതകൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങളത് കൊടുക്കേണ്ടി വരും. അപ്പൊ അവിടെ എന്താ നിങ്ങൾ വളർച്ച തന്നെ താഴ്ത്തല്ലേ ചെയ്യുന്നേ. അപ്പൊ എന്ത് ചെയ്യാ? നോ പറയണം. അവിടെ നോ പറയണം എന്നുണ്ടെങ്കിൽ നോ പറയാ എന്ന് വിചാരിച്ചിട്ട് എടുത്തു ചൊല്ല അനക്കൊറ്റൊന്നുമില്ലേ എന്ന് പറഞ്ഞ് റൂഡായ ഹാർഷായിട്ട് പറയാം. പൊളായിട്ടായിട്ട് അത് അനക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, എന്റെ അടുത്ത് ഇപ്പൊ പൈസ ഇല്ല തരാൻ, സഹായിക്കണം ഉണ്ടായിരുന്നു, സഹായിക്കാൻ ഇപ്പൊ എന്റെ അടുത്ത് നിവർത്തിയില്ല എന്നുള്ള നിങ്ങളുടെ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാം അപ്പത്തെ ആള്. അല്ലാണ്ട് ഒരാളോട് ഭയങ്കര സിമ്പത്തിയെല്ലാം തോന്നിയിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി നോ പറയാൻ മടിച്ചിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് തന്നെയാണ് അതെന്ത് ചെയ്യാ ഭാവിയിൽ എഫക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇനി അടുത്ത കാര്യം എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഇൻസെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് എല്ലാ മെയിൻ ആയിട്ട് ടീനേജേഴ്സിൽ കണ്ടുവരുന്ന, ടീനേജേഴ്സിൽ മാത്രമല്ല എന്ന് തോന്നുന്നു, നമ്മൾ അമ്മമാരുടെ ഏജിലുള്ള കുട്ടികൾക്ക് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് തോന്നുന്നു. ഇപ്പൊ അമ്മക്കല്ലോ ഒരു മോഡേൺ ഡ്രസ്സിലിട്ട് പുറത്തുണ്ടെങ്കിൽ അമ്മ ഭയങ്കര ബോധേടാ. അവരെന്നെ നോക്കുന്നേ, ഇവരെന്നെ നോക്കുന്നേ, അങ്ങനെ ഞാൻ എന്തെങ്കിലും ഇട്ട കുഴപ്പമുണ്ടോളി, ഓറിടുന്ന പോലെ എല്ലോളി ഞാൻ കുറച്ച് ഇങ്ങനെയല്ല അങ്ങനെയല്ലേ എന്നെല്ലാം വിചാരിക്കും അമ്മ. പക്ഷെ എന്താ, നമ്മള് ആ ഇൻസെക്യൂരിറ്റീസ് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് തോന്നുന്ന പോലെ ജീവിക്കാം. ഓക്കെ, എല്ലാരും എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ഒന്നും അല്ല. അപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ ഞാൻ കണ്ടുവരുന്ന ടീനേജേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ലൈഫുമായിട്ട് എന്ത് ചെയ്യും? സ്വയം ലൈഫ് അങ്ങ് കമ്പയർ ചെയ്യും. സോഷ്യൽ മീഡിയയിൽ അവരവരെ ഹാപ്പി മൂമെന്റ്സ് മാത്രം ക്യാപ്ചർ ചെയ്തിട്ട് അതിന്റെ ഒരു വർഷം മാത്രമേ നിങ്ങളിലേക്ക് എത്തിക്കുന്നുള്ളൂ. അവർക്ക് അവർ ഫാമിലീസിൽ കുറെ ഇഷ്യൂസ് ഉണ്ടാവാൻ, കാര്യങ്ങൾ ഉണ്ടാവും. അതൊന്നും എന്ത് ചെയ്യും? പബ്ലിക്കിലേക്ക് അവരെത്തിക്കുന്നില്ല. ഓക്കെ, എന്തുകൊണ്ട്? അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ഒരു സൈഡ് മാത്രം കണ്ടിട്ട് നമ്മൾ അവര് ജഡ്ജ് ചെയ്തിട്ട് അവര് ലൈഫ് സൂപ്പർ അടിപൊളി വെച്ചാൽ നമ്മൾ അതുമായിട്ട് കമ്പയർ ചെയ്യുന്നതിൽ യാതൊരു തരത്തിലുള്ള ലോജിക്കും ഇല്ല. അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ ഉണ്ടാകും, അവർക്ക് അവരുടേതായ നെഗറ്റീവ്സ് ഉണ്ടാവും. അതൊന്നും പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, സോഷ്യൽ മീഡിയയില് അപ്ലോഡ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ എന്ത് ചെയ്യാ, അത് വെച്ച് കമ്പയർ ചെയ്യാണ്ട് നമ്മൾക്ക് കുറെ നെഗറ്റീവ്സ് ഉണ്ടാവും, അത് പോസിറ്റീവ്സ് ആക്കണം. അല്ലെങ്കിൽ നമുക്ക് കുറെ കുറവുണ്ട്, അത് പോസിറ്റീവ് ആക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നതാണ്. നിങ്ങൾ അതിന് വേണ്ടിട്ട് വർക്ക് ചെയ്തോ, നല്ലോണം വർക്ക് ചെയ്ത് അത് പോസിറ്റീവ് ആവുന്നവരാ പ്രയത്നിക്കുക അതിന് വേണ്ടിട്ട്.
അപ്പോ അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നല്ല കാര്യങ്ങളുണ്ട്, അതെന്ത് ചെയ്യുക, അതിൽ ഫോക്കസ് ചെയ്തിട്ട് ശ്രദ്ധ കൊടുത്തിട്ട് അത് ഇമ്പ്രൂവ് ചെയ്യുക, അത് നല്ലത്. അപ്പൊ ഓക്കെ ഞാൻ ഇങ്ങനെയാണ് ഇങ്ങനെ, അല്ലാണ്ട് എപ്പോഴും മോശം കാര്യങ്ങളെ മാത്രം വെച്ച് വേറൊരാളെ കമ്പയർ ചെയ്യുന്നത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ സംഭവം അതറിയാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ നമ്മൾ വിചാരിക്കുന്നത് അതിനനുസരിച്ചിട്ട് അത് പ്രവർത്തിക്കാൻ തുടങ്ങും. അത് എനിക്ക് പറയാനുള്ളതാണ്. സെൽഫ് കോൺഫിഡൻസിൽ വരുമ്പോ സെൽഫ് ടോക്ക് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുക. നമ്മളിങ്ങനെ ഓക്കെ ഞാൻ അടിപൊളിയാന്നൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് അതെടുത്തിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, മോട്ടിവേറ്റ്. നമ്മൾ ഞാൻ ഒന്നിനും കൊള്ളലാക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൈൻഡ് അതെടുക്കും. ഓക്കെ ഇവിടെ ഒന്നിനും കൊള്ളലാക്കില്ല എന്ന് വെച്ചാൽ അതുപോലെ ഇരിക്കും. അപ്പൊ എന്താ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാം. നമ്മളെ തന്നെ പുകഴ്ത്തിട്ട് നമ്മളോട് തന്നെ സംസാരിക്കുക. ഈ മിററൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ സെൽഫ് ടോക്ക് ചെയ്യുന്നത് പറയൂലേ ഈ ആൾക്കാരൊക്കെ, അതൊക്കെ ആക്ച്വലി ട്രൂ ആട്ടോ. അത് നമ്മള് എത്രത്തോളം നമ്മളെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നറിയോ. അപ്പൊ എന്ത് ചെയ്യുക, സെൽഫ് ടോക്ക് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക. പിന്നെ എനിക്ക് പറയാനുള്ള ഫേക്ക് ഇറ്റ് അൺടിൽ യു മേക്ക് ഇറ്റ് ആണ്. ഫേക്ക് ഇറ്റ് അൺടിൽ യു മേക്ക് ഇറ്റ് എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ എന്താ, അപ്പൊ വാക്കിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് അത് നേടുന്നവരെ ഫേക്ക് ആക്കും. അതായത് എല്ലാ കാര്യത്തിലും നിങ്ങൾ ഫേക്കായി നിൽക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അതായത് നിങ്ങളിപ്പം ഒരു സ്റ്റേജ് ഫിയർ ഉള്ള ആളാണ്, നിങ്ങൾക്ക് ഒരു സെമിനാർ എടുക്കാൻ മുന്നിൽ പോയി സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അപ്പൊ എന്ത് ചെയ്യും, നിങ്ങള് ബാക്കോട്ടേക്ക് വരും. പക്ഷെ ബാക്കോട്ടേക്ക് വലിയാണ്ട് കോൺഫിഡൻസ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് കോൺഫിഡൻസ് ഉള്ള പോലെ പോവുക, ഫേക്ക് ചെയ്യുക കോൺഫിഡൻസ് ഉള്ളത്, എന്നിട്ട് മുന്നോട്ട് പോയിട്ട് സംസാരിക്കുക. എൻ്റെ ഒരു സാറ് പറഞ്ഞിട്ടുണ്ട്, എക്സാമിന് പോകുന്ന സമയത്ത് ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ട് പോകാണ്ട് എല്ലാവർക്കും അറിയാന്ന് വിചാരിച്ചിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സാം നല്ല രസത്തിൽ അറ്റൻഡ് ചെയ്ത് പാസ് ആവാൻ പറ്റും. ശരിയാട്ടോ, ഞാനത് ട്രൈ ഔട്ട് ചെയ്താൽ ഓക്കെ എല്ലാം അറിയാന്നിട്ട് ചെയ്തിട്ട് ഇറങ്ങുന്ന സമയത്ത് ആ എക്സാം ഹോളിൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരിക്കും അത് ശരിയാന്ന് തെറ്റാന്നെല്ലാം വിചാരിക്കും. പക്ഷെ ഇറങ്ങി വന്നിട്ട് എല്ലാവരും ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ പേപ്പറൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് കറക്റ്റ് ആയിരിക്കും ആൻസർ. അപ്പൊ സെൽഫ് കോൺഫിഡൻസ് അവിടെ പോവുക. ആൾക്കാരെ കാണിക്കൊന്നും വേണ്ട, ഐ മീൻ പേടിയുണ്ടെന്ന് കാണിക്കാണ്ട് ഞാൻ ഫുള്ള് കോൺഫിഡന്റ് ആണെന്ന് കാണിച്ചിട്ട് പോവുക, സംസാരിക്കുക, വരുക. ഇത് നമ്മുടെ ഉള്ളിലുള്ള സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അടിപൊളിയാവും. സത്യം പറയില്ല, അടിപൊളിയാവും. നമ്മളെ ഗ്രാജുവലി സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞില്ല, നമ്മൾ ഗ്രാജുവലി ബൂസ്റ്റ് ചെയ്യേണ്ട ഒരു ക്വാളിറ്റി തന്നെയാണ്. അതൊരിക്കലും നമ്മൾ ജനിച്ചപാട് നമ്മളെടുത്ത് തരൂല. അത് നമ്മളിങ്ങനെ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് ബൂസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഞാൻ ഇടയ്ക്ക് സൈഡിൽ നോക്കുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഞാനിവിടെ ആ സൈഡിലല്ല ഈ സൈഡിലൊക്കെ നോക്കുന്നുണ്ട്. ഇവിടെ ബുക്കിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്തെങ്കിലും, ഐ മീൻ ഞാൻ ഫസ്റ്റ് ടൈം ആണല്ലോ വീഡിയോ എടുക്കുന്നത്. അപ്പൊ എന്തെങ്കിലും മിസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിലോ, എനിക്ക് പറയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ആദ്യം ഇവിടെ അങ്ങ് നോട്ട് ചെയ്ത് വെച്ച് എന്തെങ്കിലും മിസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ മിസ് ഔട്ട് ആവാണ്ട് നിങ്ങളോട് എനിക്ക് എല്ലാം എത്തിക്കാൻ പറ്റണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഇതിൽ എഴുതി വെച്ചിട്ടുള്ളത്. അതുകൊണ്ടൊന്നും വിചാരിക്കരുത്. ഈ സൈഡിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ നമ്മൾ എവിടെയും പറഞ്ഞത് ഫേക്ക് ഇറ്റ് അൺടിൽ യു മേക്ക്. അപ്പൊ അത് മേക്ക് ആവുന്നവരെ, അത് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുന്നത് വരെ ഫേക്ക് ചെയ്യുക. അതേ വഴിയുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സക്സസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ സക്സസ് ആയിക്കോട്ടെ, അത് സെലിബ്രേറ്റ് ചെയ്യാം. വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യണം എന്നല്ല ഞാൻ പറയും. ഈവൻ സ്മോൾ ചോക്ലേറ്റ് ആയിക്കോട്ടെ, സെൽഫ് കുക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കുന്നതായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. ഇപ്പൊ സക്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് ചെറിയ സക്സസ് വരെ ഞാൻ പറഞ്ഞു എന്താക്കണമെന്ന് സെലിബ്രേറ്റ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ എപ്പോ എന്ത് ചെയ്യാ, ഡെയിലി ഇന്നേ കാര്യങ്ങൾ ഇന്നേ ചെയ്യണം എന്നെല്ലാം വിചാരിക്കുന്ന ആളായിരിക്കും. പക്ഷെ ഒരു ദിവസം ടു ഡു ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ദിവസം ടു ഡു ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തും ചെയ്യും. അപ്പൊ എന്ത് ചെയ്യാ, സെലിബ്രേറ്റ് ചെയ്യും. ഒരു ചോക്ലേറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും വാങ്ങിയിട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് അത് സെലിബ്രേറ്റ് ചെയ്യാം. പിന്നെ ഞാൻ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് സ്ട്രെസ് ഭയങ്കര വലിയ സംഭവം ഡിപ്രഷൻ വരെ ആക്കിയിട്ട് മാറ്റുന്ന ആൾക്കാരാണ്. ഈ ഫ്യൂച്ചർ ആൻസൈറ്റി എന്ന് പറയുന്ന സംഭവം, ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സങ്കടങ്ങളും ഡിപ്രഷൻ അല്ല കേട്ടോ, അത് ഒരു കാര്യം. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ആൻസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടീനേജ് പ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. ഗേൾസിനെല്ലാം ബോയ്സിനും ഉണ്ടാവും തോന്നുന്നു. ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കും, നല്ല പണി കിട്ടുമോ, ഇതുപോലെ തന്നെ പോകേണ്ടി വരും. അതെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി നോർമലാണ്. നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ബാക്ക്ഔട്ട് ആണെങ്കിൽ പേടിക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ. അതായത് ഒരു ദിവസം വൺ തിങ് അറ്റ് എ ടൈം എന്ന് ഞാൻ പറയും. ഒരു ദിവസം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ജേർണൽ ചെയ്തു അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റ് ചെയ്യാം. അതിലുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. അതിന്റെ എക്സ്ട്രാ എന്തെങ്കിലും ഇമ്പോർട്ടന്റും അർജന്റും അല്ലാത്ത കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക. അതായത് ഞാൻ ഇമ്പോർട്ടന്റ് അർജൻസി എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ വരാൻ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് നിങ്ങൾക്കല്ലേ അറിയുള്ളൂ. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ കോംപ്രമൈസ് ചെയ്യാം. അല്ലാണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്
ആ ടു ഡു ലിസ്റ്റിൽ ഇല്ലാത്ത കാര്യങ്ങൾ അല്ലെ ജേർണലിംഗിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക. എന്നിട്ട് അത് മാത്രം ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഓവർ സ്ട്രെസ്, ഓക്കെ ഇന്ന കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പറ്റുക. നിങ്ങളുടെ പരിമിതികൾക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, സോർട്ട് ഔട്ട് ചെയ്യുക ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ അത് മാത്രം ചെയ്യുക. എക്സ്ട്രാ കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്ട്രെസ് കുറെ എന്ത് ചെയ്യും, റിലീഫോ ഓവർ ബേർഡൻ ആവാണ്ട് തോന്നിക്കും നിങ്ങൾ. പിന്നെ ലാസ്റ്റ് ആയിട്ട് എനിക്ക് പറയുന്നത് വിഷൻ ബോർഡ് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് വിഷ്വലൈസ് ചെയ്യുക, ഡെയിലി വിഷ്വലൈസ് ചെയ്യുക. അതെന്ത് ചെയ്യും, നിങ്ങൾ ഇംപ്രൂവ് ചെയ്യും, കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യും. ഇപ്പൊ ഒരു വിഷൻ ബോർഡ്, ഇപ്പൊ എന്റെ അനിയത്തി കേസിലാണ് ഓള് വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓള് വിഷൻ ബോർഡ് കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു വല്ലാത്തൊരു മോട്ടിവേഷനാണ്. എല്ലാ കാര്യങ്ങളും ഓള് 2025 ഉണ്ടാക്കിയ വിഷൻ ബോർഡാണ്. 2026 ഓള് വർക്ക് ചെയ്തിട്ടില്ല അതില്. ആ സെയിം വിഷൻ ബോർഡ് തന്നെയാണ്. അതിൽ കുറെ കാര്യങ്ങൾ 2025 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അതിലുള്ളതുകൊണ്ട് തന്നെ ഓൾ അതിന് വേണ്ടിയിട്ട് 2026 വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഓള് പക്ഷെ അതിന് എഫേർട്ട് ഇടുന്നുണ്ട്. വെറും ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചിട്ട് നമ്മളെ കാര്യങ്ങളൊന്നും നടക്കുന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് വർക്ക്ഔട്ട് ചെയ്യും. നിങ്ങളിപ്പോ അത് കാണുന്ന സ്ഥലങ്ങൾ, അതായത് ഫോണിന്റെ വാൾപേപ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും വോളിലോ, സ്റ്റഡിന്റെ ടേബിളിന്റെ സൈഡിലുള്ള വോളിലോ കാര്യങ്ങളിലോ എല്ലാം എന്ത് ചെയ്യാ, വെക്കുക. അപ്പൊ എന്ത് ചെയ്യാ, മാക്സിമം അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനുള്ള ത്വര തരും. എന്നിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്യും. അപ്പൊ തന്നെ എന്ത് ചെയ്യും, ലൈഫിൽ കുറേ മാറ്റങ്ങൾ വരും. അപ്പൊ എന്ത് ചെയ്യാ, ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഞാൻ വിചാരിക്കുന്ന കുറേ നല്ല നല്ല ഇംപ്രൂവ്മെന്റ്സ് വരുന്നതാണ്. ആകെ ഒറ്റ ലൈഫേ ഉള്ളൂ നമുക്ക്. അത് മാക്സിമം എൻജോയ് ചെയ്യുക, മാക്സിമം ഗുഡ് ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യുക. അത് നല്ലോണം മെമ്മറബിൾ ആക്കുക. നമ്മളെ ലൈഫ് ലോങ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യം മെമ്മറീസാണ്. അത് എത്രത്തോളം നമുക്കൊരു ഹാപ്പിനെസ് തരും എന്നറിയാം. അത് ഇങ്ങനെ നശിപ്പിക്കാണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ബലിയർപ്പിക്കാണ്ട്, നോ പറയാണ്ട്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബലിയർപ്പിക്കാണ്ട്, നോ പറയാണ്ട്, നമ്മളെ ഡീഗ്രേഡ് ചെയ്തിട്ടും എല്ലാം കൊണ്ടുപോകാണ്ട്, ഇൻസെക്യൂരിറ്റീസ് എല്ലാം ബിൽഡ് ചെയ്യാണ്ട് നല്ല രീതിക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ലൈഫ് അടിപൊളിയാണ്. അപ്പോ ഇതൊക്കെ എല്ലാരും ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് എന്റെ ലൈഫില്. ഇത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന വിശ്വസിക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ ഗേൾ ടോക്സ് എന്നും വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഞാൻ ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ. ഇങ്ങനത്തെ എനിക്ക് അറിയുന്ന വിഷയങ്ങൾ ഞാൻ നിങ്ങളോട് എന്തായാലും ഷെയർ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് പറയാം. See you in the next video. Bye bye.